To combat child abuse, sexual violence and sex trafficking, three main areas of intervention will be required. അപ്പോൾ ഈ 3 ഏരിയാസ് ഓഫ് ഇൻ്റർവെൻഷൻ നോക്കി വെച്ചേക്കുക. ചോദിക്കാം 3 P's, അതായത് 3 Pകൾ അല്ലേ, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, പ്രോസിക്യൂഷൻ. ഈ 3 P's ഇൻവോൾവ് ആയിട്ടുള്ള ഏത് സ്കീമിലാണ്, വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഏത് സ്കീമിലാണ് വനിതകൾക്കും ശിശുക്കൾക്കുമായിട്ടുള്ള ലൈംഗിക അതിക്രമണത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ സഹായമായിട്ട് നൽകുന്നത്? പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ. ഈ 3 P's വരുന്ന ഏത് സ്കീമാണെന്ന് ചോദിക്കാം. ഏതാണ്? നിർഭയ സ്കീമാണ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, റൂട്ട് കോസുകൾ, ആ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എംപവർ ചെയ്യുക, സ്ത്രീകളെയും കുട്ടികളെയും വൾണറബിളായിട്ടുള്ള ഗ്രൂപ്പുകളെ എംപവർ ചെയ്യുക. അതുപോലെ തന്നെ അതിന് കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയൊക്കെ മാറ്റുക. പലപ്പോഴും ജെൻഡർ വയലൻസ്, ജെൻഡർ ബേസ്ഡ് വയലൻസുകൾ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആൽക്കഹോളിസം, കൺസ്യൂമറിസം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് ഉണ്ടാകുന്നത്, ഈ സെക്ഷൽ വയലൻസുകളും സെക്സ് ട്രാഫിക്കിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. അത് മാറ്റുക അല്ലേ. അതിനെ പ്രിവെൻറ്റ് ചെയ്താൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അബ്യൂസുകൾ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. ആൻഡ് പ്രിപ്പയറിംഗ് ദ കമ്മ്യൂണിറ്റീസ് ടു ബി വിജിലൻറ്റ് ആൻഡ് ത്വാട്ട് എനി അറ്റംപ്റ്റ്സ് ടു കമ്മിറ്റ് ദ ക്രൈം. ത്വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യാനുള്ള ഏതൊരു അറ്റംപ്റ്റിനെയും എന്ത് ചെയ്യുക, തടയുക. അങ്ങനെ അത്തരത്തിൽ വിജിലൻ്റ് ആയിരിക്കുക. കമ്മ്യൂണിറ്റികളെ, ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ എന്ത് ചെയ്യുക, വിജിലൻ്റ് ആക്കി വയ്ക്കുക, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇത്തരത്തിലുള്ള ക്രൈമുകൾ വരാതിരിക്കാനായി, പ്രിവെൻറ്റ് ചെയ്യാനായി പല സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്? പ്രൊട്ടക്ഷൻ. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ, ബൈ ഇനിഷ്യേറ്റിംഗ് സ്ട്രോങ് കറക്റ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ആൻഡ് പ്രൊവൈഡിങ് ആൻഡ് എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രൊട്ടക്ഷൻ സർവീസസ് ഫോർ ദ വിക്ടിംസ് ടു ഹീൽ, റിക്കവർ, എംപവർ ആൻഡ് റീഇൻറ്റഗ്രേറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി. ഇപ്പം വിക്ടിംസിന് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി സംഭവിച്ചു പോയവർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാണ്? അവരെ ഒന്ന് ഹീൽ ചെയ്യാൻ, അവരുടെ ആ മുറിവുകൾ ഹീൽ ചെയ്യാൻ, അവരെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ, അവരെ എംപവർ ചെയ്യാൻ, അവരെ റിക്കവർ ചെയ്യാൻ, എന്നിട്ട് മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് അവരെ റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിക്ടിംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് പറയുന്നത്? പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിയമം കൊണ്ട് എന്ത് ചെയ്യുക, ആ പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതി. ബൈ എൻഷുറിങ് എ സ്ട്രോങ് റൂൾ ഓഫ് ലോ വിച്ച് വിൽ ബി എ ഡെറ്ററൻറ്റ് ഫോർ സച്ച് ക്രൈംസ് ടു റിക്കർ. അപ്പോൾ തക്കതായ ശിക്ഷകൾ ഈ കുറ്റവാളികൾക്ക് നൽകിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ പിന്നെ ഉണ്ടാകാതിരിക്കും. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോ വരിക എന്നുള്ളതാണ്. അപ്പം എന്താണ്? പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, പിന്നെന്താണ്? പ്രോസിക്യൂഷൻ. ഏത് സ്കീമിലാണിത് വരുന്നത്? നിർഭയ സ്കീം. മറക്കാതെ പഠിക്കൂ. സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ് ആർ serious offences and declares its deep and steadfast commitment to provide relief to the victims and to prosecute the perpetrators besides creating a safe and enabling environment for its women and children. നമ്മൾ പറഞ്ഞല്ലേ, പ്രിവെൻറ്റ് ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലൂടെയും ഇത് മാറ്റുക എന്നുള്ളതാണ്. For combating sexual violence against women and children and to safeguard them against trafficking for exploitation, കേരള ഗവൺമെൻറ് ഫോർമുലേറ്റഡ് ദ നിർഭയ പോളിസി. അപ്പം നമ്മൾ പറഞ്ഞു, കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? നിർഭയ എന്ന് പറയുന്നത്. എ കോംപ്രഹെൻസീവ് പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ വിത്ത് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ കൺവർജൻസ്. ഇതൊരു കോംപ്രിഹെൻസീവ് പോളിസിയാണ്. വയലൻസ് നേരിടുന്ന എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് എന്ത് കൊടുക്കുക? പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് വന്നിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? നിർഭയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ വയലൻസ് എഗെയിൻസ്റ്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ, പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ വയലൻസ് വിക്ടിംസ്, പ്രോസിക്യൂഷൻ ഓഫ് സെക്ഷൽ വയലൻസ് പെർപെട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷനും ഉണ്ട് കേട്ടോ. ഈ സെക്ഷൽ വയലൻസ് സർവൈവേഴ്സിനെ പുനരധിവസിപ്പിക്കുക, റീഹാബിലിറ്റേഷൻ, അതുപോലെ റീഇൻറ്റഗ്രേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് സർവൈവേഴ്സ്, അവരെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലോട്ട് കൊണ്ടുവരികയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നിർഭയ പോളിസിയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ വയലൻസ്, പിന്നെന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വിക്ടിംസ്, പ്രോസിക്യൂഷൻ ഓഫ് പെർപെട്രേറ്റേഴ്സ്, പിന്നെന്താണ്? റീഹാബിലിറ്റേഷൻ ഓഫ് സർവൈവേഴ്സ്, ദെൻ റീഇൻറ്റഗ്രേഷൻ ഓഫ് സർവൈവേഴ്സ്.
To coordinate the Nirbhaya program, a separate cell has been created. ഇതാണ് നിർഭയ സെൽ എന്ന് പറയുന്നത്. അണ്ടർ ദ ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഹെഡഡ് ബൈ ആൻ ഓഫീസർ ഓഫ് ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് ഡയറക്ടർ. ജോയിൻറ്റ് ഡയറക്ടർ റാങ്കിലുള്ള ഒരാൾ ഹെഡ് ചെയ്യുന്ന ഒരു സെല്ല് വന്നിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് സെല്ല് വന്നിട്ടുണ്ട്. എന്താണ്? നിർഭയ സെൽ എന്നാണ് പറയുന്നത് അതിനെ. The state level coordination committee will nominate members from the state committee to associate with the Nirbhaya cell and support implementation. അപ്പം സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, അങ്ങനെ ഓരോ ലെവൽ കമ്മിറ്റികൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സൈറ്റിൽ നിർഭയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആരൊക്കെയാണ് ഇതിൻ്റെ കൺവീനേഴ്സെന്നും അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ചെയർപേഴ്സണും കൺവീനേഴ്സും എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് 34 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് ലെവൽ നിർഭയ കമ്മിറ്റി ഉണ്ട്, അത് 27 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഇത് കൂടാതെ ജാഗ്രതാ സമിതി, അതായത് വിജിലൻസ് കമ്മിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട പോയിൻ്റ്, ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് ഈ ജാഗ്രതാ സമിതിയുടെ കൺവീനർ ആരാണ്? ICDS സൂപ്പർവൈസർ അല്ലെങ്കിൽ CDPO ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, എന്താണ്? ICDS സൂപ്പർവൈസർ അല്ലെങ്കിൽ CDPO ആണ് ഈ ജാഗ്രതാ സമിതീസിൻ്റെ കൺവീനർ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ചെയർപേഴ്സൺ ഓഫ് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ മേയർ, അല്ലേ? പഞ്ചായത്ത് പ്രസിഡൻ്റാവും, ചെയർപേഴ്സൺ ഓഫ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മേയർ, കോർപ്പറേഷൻ മേയറാണ് ചെയർപേഴ്സണായിട്ട് വരുന്നത്. എന്തിൻ്റെ? ഈ ജാഗ്രതാ സമിതിയുടെ. കൺവീനർ ആരാണ്? ICDS സൂപ്പർവൈസർ അല്ലെങ്കിൽ CDPO ആണ് കൺവീനറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നിർഭയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്.